ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ മുഖത്തുള്ള മുഖക്കുരൊക്കെ മാറി മുഖം നല്ല ക്ലിയർ ആവാനൊക്കെ പറ്റിയ ഒരു ഈസി ടിപ്സാണ് കേട്ടോ. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മുഖത്ത് അങ്ങ് തേക്കുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ടാവും. മുഖക്കുരൊക്കെ നല്ലവണ്ണം അങ്ങ് മാറിക്കിട്ടും. അത്രയ്ക്ക് സൂപ്പറാണ്. നമ്മുടെ അടുക്കളയിലുള്ള ഒരു കുഞ്ഞു സാധനമായിട്ട് ഞാനിന്ന് എടുത്തേക്കണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കണ്ടു നോക്കാട്ടോ. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ടിപ്സിനുള്ള സാധനം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് ഉലുവയാണ് കേട്ടോ. അപ്പോൾ ഈ ഉലുവ ഞാനുണ്ടല്ലോ നല്ല വൃത്തി കഴുകിയിട്ട് ഇച്ചിരി അങ്ങ് വെള്ളത്തിലങ്ങ് ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇവനാണ് നമ്മളത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കണത്. അപ്പം ഞാനിത് രാവിലെ എണീറ്റ് ഉടനെ തന്നെയാണ് ഉലുവ കഴുകി നല്ല 2-3 തവണ കഴുകിയിട്ട് ഇച്ചിരി വെള്ളത്തിലങ്ങ് കുതിർക്കാൻ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തലേ ദിവസം, അതായത് നമ്മൾ കിടക്കാൻ നേരത്ത് ഇച്ചിരി 2-3 സ്പൂൺ ഉലുവ മതിയാവും കേട്ടോ. അത് നല്ല വൃത്തി കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലാണ് അത് ആ ഉലുവ ഒന്ന് മുങ്ങാനുള്ള ആ ഒരു പരുവില്ലേ, അത്രയും മതിയിട്ട് വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് ഉലുവയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഈ വെള്ളം ഉണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ മുഖത്തൊക്കെ തേക്കുന്നതിന് മുന്നേ നമ്മുടെ കൈകൾ നല്ല വൃത്തിയിൽ കഴുകുകയും ചെയ്യണം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെ തൊട്ട് നമ്മൾ ഈ തേക്കട സമയമായാലും പറഞ്ഞിട്ട് ആദ്യം മുഖത്തൊന്നും തേക്കരുത്. ആദ്യം നമ്മുടെ മുഖം നല്ല വൃത്തി കഴുകണം. ഒപ്പം തന്നെ നമ്മുടെ കൈകൾ നല്ല വൃത്തിയിൽ കഴുകണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തുള്ള കുരുക്കളൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നമ്മൾ തൊടുമ്പം വീണ്ടും കുരുക്കളൊക്കെ വരില്ലേ, അതാട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പാക്കൊക്കെ തേക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയൊക്കെ കെട്ടാനുണ്ടെങ്കിൽ മുടിയൊക്കെ കെട്ടി നല്ല ഒതുക്കി വെക്കാട്ടോ. അല്ലെങ്കിൽ പിന്നെ മുഖം കഴുകി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അയ്യോ മുടി കെട്ടി വെച്ചില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ മുടി അങ്ങ് ചീകി. അപ്പം മുടിയിലെ എണ്ണമയും അഴുക്കളും ഒക്കെ നമ്മുടെ കൈകളിലുണ്ടാകും. അപ്പം നമ്മൾ കൈ കഴുകാൻ മറക്കും. അന്നേരം നമ്മൾ പാക്കോ എന്തെങ്കിലുമൊക്കെ മുഖത്തങ്ങ് തേക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്ത് മുഖക്കുരൊക്കെ വരും കേട്ടോ. പിന്നെ ഈ മുഖക്കൂരൊക്കെ വരുന്നതിന് മുന്നേ നമ്മുടെ തലമുടി താരനുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. താരനുള്ളവർക്ക് മുഖക്കൂര് നന്നായിട്ടുണ്ടാവേ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ പാക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ പറയാം, മുഖം നല്ല വൃത്തിയിൽ മുഖത്തെ മുഖക്കൂരൊക്കെ നല്ല വൃത്തിയിൽ പോയി കിട്ടാനും മുഖം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനും ഈ ഉലുവ വെള്ളം എല്ലാ ദിവസവും രാവിലെ മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് സ്പ്രേ ചെയ്താലും മതിയാവട്ടെ. അതാണ് ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഇന്ന് മുഖത്ത് ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ദേഹത്തൊക്കെ ആവും, ഡ്രസ്സിലൊക്കെ ആവത്തില്ലേ. ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ. കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലേ. ക്യാമറ വെള്ളം എടുക്കാൻ കാണിച്ചു തരാവേ. ഒരു മഞ്ഞ കളർ നിങ്ങൾക്ക് അറിയാതിരിക്കുക. നമ്മളത് മൂലുവ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നതല്ലേ, തലമുടി തേക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണല്ലോ. അത് മഞ്ഞ കളർ കണ്ടോ. ഈ വെള്ളമാണ് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കുന്നത്. മുഖക്കുരു നല്ലവണ്ണം കുറഞ്ഞു കിട്ടും. മുഖക്കുരു മാത്രമല്ല, മുഖത്തുള്ള കുഞ്ഞു കാരകളില്ലേ, അതൊക്കെ കുറയാനൊക്കെ ഉലുവ വെള്ളം നല്ലതാണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തേച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മുഖം നിറം വയ്ക്കാനും അത്യാവശ്യം അടിപൊളി സാധനം തന്നെയാണ് ഈ ഉലുവ വെള്ളം കേട്ടോ. അപ്പം ഉലുവ വെള്ളത്തിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞല്ലോ. പിന്നെ അതുമാത്രമല്ല, ഉലുവ വെള്ളം നമ്മൾ കഴിക്കുന്നതും നല്ലതാണ്. ഷുഗർ കുറയാനും പ്രഷർ കുറയാനും ഒക്കെ നല്ലതാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഉലുവ വെള്ളം നല്ലതാണ്. ഒരുപാടൊന്നും കഴിക്കേണ്ട കേട്ടോ. 2 സ്പൂണ് വെള്ളത്തിൽ അങ്ങ് ഇട്ടിട്ട് കുതിർത്ത് കഴിയുമ്പം ആ വെള്ളവും ആ ഉലുവയും ചവച്ചരച്ചങ്ങ് ഇറക്കിയാൽ മതി, നല്ലതാണ്. പിന്നെ ഒരുപാട് അങ്ങ് കഴിക്കുമ്പോൾ നമുക്ക് ദഹനപരമായ പ്രശ്നങ്ങളൊക്കെ വരും. ഗ്യാസ് പോലെ വയറൊക്കെ വീർത്ത് ഇരിക്കും. അത് ഒരുപാട് കഴിക്കുമ്പോഴാണ് അങ്ങനെ പ്രശ്നം വരുന്നത്. നമുക്കിത് കഴിക്കണം, നമുക്കിത് മുഖത്ത് അങ്ങ് തേച്ച് കൊടുക്കാം അല്ലേ. അപ്പം ഉലുവ വെള്ളത്തിൻ്റെ ഗുണമൊക്കെ മനസ്സിലായാലോ. മുഖക്കുരു കുറയാനും മുഖം ക്ലിയർ ആവാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ നിറം വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉലുവ വെച്ചുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉലുവ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. നമുക്കിത് മിക്സിയിലെ ജാറിൽ നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം കേട്ടോ.
അരച്ചെടുക്കാവേ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ബ്രൈറ്റ് ആവട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാനൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്നുമല്ല, നമ്മുടെ പാല്, തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. ഇപ്പോൾ തിളപ്പിക്കാത്ത പാലെടുക്കുക. നിങ്ങൾക്ക് തൈര് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ എനിക്ക് പാലും തൈരും ഒക്കെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഇന്ന് പാലാട്ടോ എടുക്കുന്നത്. അപ്പോൾ പാലും ഉലുവയും ചേർത്ത് ഞാൻ ഈ പാക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേഗം തന്നെ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാലും ഉലുവയും ചേർത്തുള്ള പാക്കാണ്. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴുണ്ടല്ലോ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി. പിന്നെ ഉലുവ കുതിർത്ത വെള്ളമില്ലേ, അതും കൂടി നമുക്ക് മിക്സ് ചെയ്യാവേ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പാക്ക് ഇങ്ങനെ വെള്ളം പോലെ ആകുമേ. ഇനി നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. മുഖത്ത് തേച്ച് കൊടുക്കുന്നതിന് മുന്നേ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരണേ. അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ടാട്ടോ വന്നത്. നമുക്ക് ഈ പാക്കിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുഖത്തുള്ള ചുളിവുകൾ കുറയാൻ നല്ലതാണ്. കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പ് കുറയാൻ നല്ലതാണ്. പിന്നെ മുഖം നല്ല നിറം വയ്ക്കാൻ നല്ലതാണ്. മുഖക്കുരുണ്ടെങ്കിൽ അത് മാറും. മുഖക്കുരു വന്ന പാടുകളുണ്ടെങ്കിൽ അതൊക്കെ കുറയാനൊക്കെ നല്ല അടിപൊളി പാക്കാണ് കേട്ടോ ഇത്. നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ. ഈ ഉലുവ വെച്ചുള്ള ഒരു ഫേസ് പാക്ക് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴാന്ന് ഓർമ്മയില്ല, എപ്പോഴോ ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലതാണ്, മുഖം നിറവയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് നല്ല ടൈറ്റ് ആവും കേട്ടോ. ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന കവിളൊക്കെ ഉണ്ടല്ലേ, അതൊക്കെ ഒന്ന് ടൈറ്റ് ആവാനൊക്കെ ഈ ഉലുവ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ ഇച്ചിരി പാടായിരിക്കേ. കാരണം ഇങ്ങനെ എന്താ പറയുക, ഒരു കുഴഞ്ഞല്ലേ ഇരിക്കണത്. അത് മുഖത്തിങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അത് നോക്കി ചെയ്താൽ മതിയേ. ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ ഞാൻ കണ്ണിൻ്റെ സൈഡിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിത് മുഖത്ത് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ പാടായതുകൊണ്ട് ഞാൻ ഇച്ചിരി ആദ്യം നന്നാണ്ട് മസാജ് ചെയ്തിട്ട് കുറച്ച് കട്ടിയിലങ്ങ് ഇതേ കവിളുടെ സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. കഴുത്തിലൊന്നും തേക്കണില്ലേ, നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിലും കൂടെ ഒന്ന് തേക്കണം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞങ്ങ് മുറുക, എന്നിട്ട് നമുക്ക് കഴുകി കളയാവേ. അപ്പം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കാണാം. ഞാനിതാ 15 മിനിറ്റ് മുഖത്തങ്ങ് വെച്ചിട്ടോ. എന്നിട്ട് മുഖം നല്ല വൃത്തിയിലങ്ങ് കഴുകിയേ. മുഖത്ത് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, പിന്നെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് തേച്ചുമ്പോണ്ടല്ലോ നമ്മുടെ മുഖം നല്ല ടൈറ്റ് ആവുമേ. അപ്പം ചുളിവുകൾ കുറയാനും മുഖം ഈ കവിളൊക്കെ തൂങ്ങിക്കിടക്കില്ലേ, അതൊക്കെ ഒന്ന് കുറയാനൊക്കെ ഈ ഉലുവ വെച്ചുള്ള പാക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പാലും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് മുഖത്ത് ഇച്ചിരി അങ്ങ് നിറം വെച്ചത്. സൂപ്പർ ഒരു പാക്കാണ് കേട്ടോ. അപ്പം മുഖം കഴുകി വന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ മുഖത്തങ്ങ് തേച്ചെടുക്കാൻ നല്ലതാണ്. ഞാൻ കൂടുതലും തേക്കുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ്. അത് തേച്ച് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ നല്ലൊരു പാക്കാണ് കേട്ടോ. പിന്നെ ഉലുവയുടെ വെള്ളമില്ലേ, വെള്ളം നമുക്ക് ദിവസം നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിലും മുഖം ഇതുപോലെ നല്ല ക്ലിയർ ആവും കേട്ടോ. ഒരു പാടും മുഖക്കുരു ഒന്നും വരാതെ തന്നെ ക്ലിയർ ആവേ. അത് അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ പുരികം വളരാനൊക്കെ നല്ലതാണ് ഈ ഉലുവയുടെ വെള്ളം. കാരണം നമ്മുടെ മുടി വളരാൻ നല്ലതാണല്ലോ. അപ്പോൾ പുരികം വളരാനും നല്ലൊരു സാധനം തന്നെയാണ് ഉലുവയുടെ വെള്ളം. അപ്പോൾ താരനൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം താരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖക്കുരു എന്ത് ചെയ്താലും മാറത്തില്ല. ആദ്യം നമ്മുടെ തലയിൽ താരം കളഞ്ഞിട്ട് വേണം മുഖത്ത് ഈ ഒരു പാക്കും ഉലുവയുടെ വെള്ളമൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാനേ. പിന്നെ ഇതാ അത്യാവശ്യം എൻ്റെ പിരിയൊക്കെ നല്ല കട്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പം ഇത് ആവണക്കെണ്ണ തന്നെയാണ് എപ്പോഴും തേക്കണത്. പിന്നെ അലോവേറ ജെല്ലില്ലേ, അലോവേറ ജെല്ലും തേച്ച് കൊടുക്കാറുണ്ട്. നമ്മുടെ നാച്ചുറൽ കിട്ടുന്ന അലോവേറ ജെല്ലില്ലേ, അതാട്ടോ ഞാൻ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിരിയും നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, പിന്നെ നല്ല കറുപ്പുണ്ട് കേട്ടോ. ഉണ്ടില്ലേ, നല്ല കറുപ്പുണ്ട്. നമുക്ക് നല്ല നിറം വെച്ചിട്ടോ പറയാൻ വയ്യ. നല്ല നിറം വെച്ച് മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പാക്കാണ്. ഞാൻ മുഖം ഒന്ന് കണ്ണാടി നോക്കിയിട്ടാട്ടോ വീഡിയോ എടുത്തത്. എനിക്കറിയാം എന്താ നിറം വയ്ക്കുന്നറിയായിരുന്നു. പിന്നെ ഈ ഒരു പാക്ക് തേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെയിലൊന്നും കൊള്ളരുതേ. ഇപ്പോൾ അത്യാവശ്യം വെയിലാണ്. ഇപ്പം ഞാൻ വെയിലത്തൊന്നും ഇറങ്ങുന്നില്ല.
വെയിലൊന്നും കൊള്ളരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടി ഒന്ന് ഇരുണ്ടു പോകും. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.